ചേട്ടാ, ഡോക്ടർ വിളിക്കുന്നു. ആ, മോളുടെ കണ്ണുകളുടെ ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി. കഴിഞ്ഞ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയും. കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്ന അവസ്ഥയാണിത്. അതായത് പ്രകാശത്തോട് പ്രതികരിക്കുന്ന പ്രത്യേക കോശങ്ങളുള്ള കണ്ണിൻ്റെ ഭാഗത്തെ റെറ്റിന കോശങ്ങൾ തകരുന്നു. ഇത് തുടക്കത്തിൽ രാത്രികളിലാണ് കൂടുതൽ ബാധിക്കുന്നത്. പിന്നീട് മുഴുവൻ സമയങ്ങളിലും കാഴ്ച നഷ്ടപ്പെടുന്നതായി മാറുന്നു. ടെസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് റെറ്റിനൽ സർജറിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് സർജറിയോ ലേസർ രശ്മികൾ മൂലമോ ചെയ്യാവുന്നതാണ്. ഏത് വേണമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് വരൂ. താങ്കളുടെ പേര്? അരവിന്ദൻ. അരവിന്ദൻ എന്ത് ചെയ്യുന്നു? ജോലി എന്താ? അങ്ങനെ സ്ഥിരം ജോലിയൊന്നുമില്ല സാർ, എല്ലാം ചെയ്യും. മകളുടെ കാഴ്ച എന്താ നഷ്ടപ്പെട്ടത്? ജനിക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ, ജനിക്കുമ്പോൾ കാഴ്ച ഉണ്ടായിരുന്നു സാർ, ഒരു 2 വയസ്സ് വരെയൊക്കെ. അതിനുശേഷം കുറേശ്ശെ മങ്ങിപ്പോയായിരുന്നു. റിപ്പോർട്ടിലെല്ലാം പറയുന്നുണ്ട് എന്തെങ്കിലും അപകടം മൂലവും ഇങ്ങനെ സംഭവിക്കാം. ഉദ്ദേശം എത്ര ചെലവ് വരും? ശിശുക്ഷേമ സമിതിയിൽ നിന്ന് അവിടുന്ന് സൂപ്രണ്ട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അവിടുന്ന് ഒരു മാഡം ഞങ്ങളെ കാണാൻ വന്നിരുന്നു. ആ മാഡമാണ് ഇവിടെ വന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞത്. ശിശുക്ഷേമ സമിതിയിൽ നിന്ന് സഹായമായി ഒരു ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ്. അവർ സഹായം ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. അവരെ കണ്ടിരുന്നോ? കണ്ടിരുന്നു സാർ. പക്ഷേ അവരുടെ സഹായം ലഭിക്കില്ലെന്നാണ് ട്രസ്റ്റി പറഞ്ഞത്. അതെന്താ? അനാഥ കുട്ടികൾക്ക് മാത്രമേ സഹായം ലഭിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്തായാലും ശ്രമിച്ചു നോക്കൂ. സർജറി നടത്തണം ഡോക്ടർ. മോളെ സ്കൂളിൽ ചേർത്താനുള്ളതാ. എന്താ സൂപ്രണ്ട് കേൾക്കുന്നത്? എന്താ സെക്രട്ടറി കേട്ടത്? സൂപ്രണ്ടൊന്നും അറിഞ്ഞില്ല അല്ലേ? പറയൂ, എന്നാലല്ലേ അറിയൂ. എല്ലാം ഇതിലുണ്ട്. മാഡത്തിന്റെ ഭർത്താവ് എനിക്കെതിരെ അന്വേഷണം വേണമെന്ന് ഉന്നയിച്ചിരിക്കുകയാണ്. ഓ, അതാണോ? ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒത്തുകളിയല്ലേ? നോക്കൂ, ഇവിടെ കൂടുതലൊന്നും എനിക്കറിയില്ല. ട്രസ്റ്റിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞ ഭരണകാലത്ത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. അതറിഞ്ഞപ്പോ ഓഡിറ്റിംഗ് വേണമെന്നുള്ള ആവശ്യമാണ് സൂപ്രണ്ട് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് അനുസരിച്ച് വരവ് ചെലവ് കണക്കുകളിൽ സെക്രട്ടറിക്കെതിരെ ലക്ഷങ്ങളുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യം സെക്രട്ടറി അറിഞ്ഞതാണല്ലോ. ഇത് ട്രസ്റ്റിന്റെ ഇന്റേണൽ മാറ്റർ അല്ലേ? ഇതിൽ മാഡത്തിന്റെ ഹസ്ബൻഡ് എന്താ കാര്യം? ആ ഇടപെടലൊന്നും എനിക്കറിയുന്നതല്ല. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ട്രസ്റ്റിൽ അംഗമല്ലാത്ത മാഡത്തിന്റെ ഭർത്താവ് എന്തിനാ ഞാൻ തിരിമറി നടത്തി എന്ന് പറയുന്നത്? അതിന് നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്നെ പൂട്ടാനുള്ള പരിപാടിയാണല്ലേ? ഇത് തീക്കളിയാ, ഓർത്തോ. അമ്മ, ഈ പൂവിന്റെ നിറം എന്താ? അതിന്റെ നിറം ചുവപ്പാണ് മോളെ. ആ, ചുവപ്പ് എനിക്ക് ഇഷ്ടമുള്ള നിറ. അമ്മ, ഈ പൂവ് നമ്മുടെ തോട്ടത്തിൽ നിന്നാണോ പറിച്ചത്? ആണോ അമ്മേ? അതെ മോളെ,
ഇത് നമ്മുടെ പൂന്തോട്ടത്തിൽ തന്നെ വിരിഞ്ഞതാ. വേറെ പൂക്കളുണ്ടോ അമ്മ? ഉണ്ടല്ലോ, നിറയെ പൂക്കളുണ്ട്. അപ്പൊ പൂന്തോട്ടം നിറയെ പൂമ്പാറ്റകളും കാണൂലോ അല്ലേ? ഇതാരാ മോളോട് പറഞ്ഞ്? അമ്മു ചേച്ചി, പൂക്കളുള്ള പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകൾ ഉണ്ടാവുമെന്ന്. മോളുടെ തോട്ടത്തിലുണ്ടല്ലോ പൂമ്പാറ്റകള്, നിറയെ ഉണ്ട് കേട്ടോ. ഓ, കൊറേ പൂമ്പാറ്റകളുണ്ടോ? ഇനി അമ്മു ചേച്ചി വരുമ്പോ ഞാനും പറയും നീതുമോളുടെ പൂന്തോട്ടത്തിലും കൊറേ പൂമ്പാറ്റകളുണ്ടെന്ന്. മോളെ പോവും ഇതാ. അമ്മേ, അമ്മ എന്താ കരയാണോ? ഏയ് അല്ല മോളെ, അമ്മ കരയൊന്നും അല്ല. അമ്മ, മോളുടെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ പൂന്തോട്ടം പൂമ്പാറ്റയും എല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞാൽ മോൾക്ക് കാഴ്ച കിട്ടും, പിന്നെ എല്ലാം കാണാൻ പറ്റും. വാ മോളെ. ഏട്ടൻ എങ്ങോട്ടാ? ട്രസ്റ്റിന്റെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് സെക്രട്ടറി വിളിച്ചിരുന്നു. എങ്കിൽ പണത്തിന്റെ കാര്യം പറയാനായിരിക്കും, ഡോക്ടർ പറഞ്ഞതുപോലെ. ആ, പോയി നോക്കാം. അല്ലെങ്കിൽ വേറെ വഴി നോക്കണം. ഇത്രയും പൈസ മുഴുവനും അവർ തരുമോന്നറിയില്ലല്ലോ. തരൂ ഏട്ടാ, മോൾക്ക് വേണ്ടിയല്ലേ. അവര് തരും, ഉറപ്പാ. കോവിലിൽ ഞാൻ ഇന്നലെയും പോയി പ്രാർത്ഥിച്ചതാ. അച്ഛൻ എപ്പോഴാ പോയിട്ട് വരാ? അച്ഛൻ വേഗം വരാൻ മോളെ. അച്ഛൻ വന്നിട്ട് നമുക്ക് ആശുപത്രി പോണ്ടേ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ മോക്ക് കാഴ്ച കിട്ടും. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും പോകണം. വേലയും പൂരവും ഒക്കെ കാണണം. അമ്മയും കൂട്ടണം നമുക്ക്. അരവിന്ദൻ എപ്പോൾ എത്തി? ഒത്തിരി നേരമായി. സെക്രട്ടറി എന്തി? സെക്രട്ടറി കുറച്ച് ചേർക്കില്ല. വാ കയറ്. വാ, സെക്രട്ടറി അകത്താ. ഇരിക്കൂ. ആദ്യം ഇത് കുടിക്കേ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. കുടിക്കാറില്ല. ഞാനും പകൽ സമയത്തൊന്നും കുടിക്കാറില്ല. ഇതിന് നേരവും കാലമൊക്കെ നോക്കാനുണ്ടോ? മാത്രമല്ല, പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിനിതൊരല്പം നല്ലതാ. സെക്രട്ടറി എന്തിനാ കാണണം എന്ന് പറഞ്ഞത്? എന്തെങ്കിലും പണി തരാൻ വേണ്ടിയാണോ? ആ, പണിയൊക്കെ ഉണ്ട്. താൻ ആദ്യം ഇതൊന്ന് തീർക്കടോ. ചിയേഴ്സ്. അരവിന്ദം പേടിക്കണ്ട, ഇത് എൻ്റെ തന്നെ പാറ. ഒന്നിനും ഒരു ക്ഷാമം ഉണ്ടാവില്ല. ആ, മോടെ സർജറിയുടെ കാര്യം എന്തായി? ട്രസ്റ്റിയെ കണ്ടില്ലേ? പോയായിരുന്നു. മാനേജറെ കണ്ടു. എന്നിട്ട്? ഫണ്ട് തരാൻ പറ്റില്ലെന്നാ മാനേജർ പറഞ്ഞത്. അതെന്താണ്? ശിശുക്ഷേമ സമിതിയല്ലേ ഈ കാര്യം അറിയിച്ചത്? പിന്നെന്താ പ്രശ്നം? അത് സാറേ, എലിജിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞത്. എന്തോന്ന്? കുട്ടിയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ടാ. അനാഥർക്കേ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് മാനേജർ പറഞ്ഞത്. അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനിയിപ്പോ എന്തു ചെയ്യും? 4-5 ലക്ഷമെങ്കിലും വേണ്ടേ? പണത്തിന് പണം തന്നെ വേണം. എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടോ? ഇത് ഐക്യാമ്പാണ്. ഈ ക്യാമ്പിൽ തന്നെ സർജറി ചെയ്താൽ നല്ലതാ. പുറത്ത് മറ്റു ഹോസ്പിറ്റലിൽ പോയാൽ ഇരട്ടിയാകും ചെലവ്. അതും ഒരു പെൺകുട്ടിയല്ലേ, അതിന്റെ ഭാവി കൂടി നോക്കണ്ടേ? താനിതെടുത്ത് കഴിക്കടോ. ഇതിനെന്താ സാർ ഒരു പരിഹാരം? ഒരു വഴിയുണ്ട്. എന്തായാലും പറഞ്ഞ തുക കിട്ടും.
അതൊക്കെ അരവിന്ദന് പറ്റുമോ? പിന്നെന്താ, അരവിന്ദന്റെ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കണ്ട, എല്ലാം എനിക്കറിയാം. ബോംബെയിലെ ധാരാവി ആയിരുന്നല്ലോ നിന്റെ സാമ്രാജ്യം, അതും മാരിയുടെ കൂടെ. അതൊക്കെ നിർത്തിയിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? അതൊക്കെ പഴയ കഥകളല്ലേ സർ? എടോ, തനിക്കറിയോ, ഒരു കാലത്തെ പുലിയായിരുന്നു ഇവൻ. അവിടുത്തെ മാഫിയ ഒരു പെൺകൊച്ചിനെ വലിയ വീട്ടിൽ നിന്ന് കട്ടെടുത്ത് ഇവനെ ഏൽപ്പിച്ചു. ഇവനെ ഏൽപ്പിച്ചതോ ഭിക്ഷയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ കണ്ണു തുറക്കാൻ. എന്നാൽ അത് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇവൻ ആ കൊച്ചിനെ എടുത്ത് രാഖി രാമാനം ബോംബെ വിട്ടതാ. അങ്ങനെ വരുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് മറ്റൊരു പെൺകുട്ടിയെ. അവളാണെങ്കിൽ കാമാട്ടിപുരത്തെ ഒരു ചുവന്ന തെരുവിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവൾ. അങ്ങനെ രണ്ടുപേരും ആ മോളുമായി കൊച്ചിയിൽ വന്ന് താമസം തുടങ്ങി. ഇപ്പൊ കുടുംബമായി, മാന്യനായി, അല്ലേ? ആ മോളാണ് എൻ്റെ എല്ലാം. അവൾക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ. എല്ലാം അവസാനിപ്പിച്ചതും അവൾക്ക് വേണ്ടി തന്നെയാണ്. പഴയതൊന്നും ഞാനിപ്പോൾ ഓർക്കാറില്ല. ഓർക്കണം അരവിന്ദ, പഴയ കരുത്തൊന്നും കൈമോശം വന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി എടുക്കണം. അതിനുള്ള സമയമായി. താൻ റെഡി ആയിക്കോ. ഒരാളെ തീർക്കണം. ഞെട്ടണ്ട, നീ ചെയ്താ മതി. നിനക്കിപ്പോൾ ആവശ്യമുള്ള മുഴുവൻ തുകയും 5 ലക്ഷം അത് കിട്ടും. എല്ലാം എൻ്റെ കയ്യിൽ ഭദ്രം. പിന്നെ ഈ വാതിൽ നിനക്കായി എപ്പോഴും തുറന്നു തന്നെ കിടക്കും. സർജറി നടത്തണം ഡോക്ടർ. മോളെ സ്കൂളിൽ ചേർത്താനുള്ളതാ. നമുക്ക് ആശുപത്രി പോണ്ടേ? ഓപ്പറേഷൻ കഴിഞ്ഞാൽ മോക്ക് കാഴ്ച കിട്ടും. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും പോകണം. വേലയും പൂരവും ഒക്കെ കാണണം. അമ്മയും കൂട്ടണം നമുക്ക്. നാളെയാണ് മകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലേ? നാളെ രാത്രിയാണ് നിന്റെ ജോലിയും. അപ്പോഴേക്കും മകളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കും. ഫുൾ എമൗണ്ട് നിനക്കവിടെ അടയ്ക്കാം. मैं रेडी हूं. किसको मारना है? ഇതാണ് ആള്. ഹൈക്കോർട്ടിനടുത്തുള്ള ഓഫീസിൽ നിന്നും കൃത്യം 10:30 ഇറങ്ങും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ 10:45-നും 50-നും ഇടയ്ക്ക് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തും. 11-ന് ഡൽഹി തിരുവനന്തപുരം എക്സ്പ്രസ് അതുവഴി കടന്നുപോകും. ഈ സമയത്ത് താൻ ഗേറ്റിനരികിലെത്തണം. രാത്രി ആയതുകൊണ്ട് അധികം ആൾ കാണില്ല. കൃത്യം ചെയ്യാൻ പറ്റിയ വേറിടം കിട്ടില്ല. ട്രെയിൻ കടന്നു പോകാൻ തുടങ്ങുമ്പോൾ പിറകിലൂടെ ചെന്ന് ഒറ്റ ചാമ്പൽ. ട്രെയിൻ പോയി കഴിയുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കണം. തിരിച്ച് വീട്ടിലെത്തിയിട്ട് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ സെക്രട്ടറിയെ അറിയിക്കും. രാവിലെ ഹോസ്പിറ്റലിൽ ഞാൻ ഫണ്ടുമായി എത്തിയിരിക്കും. എവിടെയായിരുന്നു? കുടിച്ചിട്ടുണ്ടോ? സെക്രട്ടറി വിളിപ്പിച്ചതാ. ഓപ്പറേഷന്റെ കാര്യം സംസാരിച്ചു. അപ്പൊ പണം നാളെ കിട്ടും. അമ്മേ, കാത്തു. അരവിന്ദേട്ടാ, മുഴുവൻ പണവും സെക്രട്ടറി തരുമോ? തരും. ഏട്ടന് ചോറ് കഴിക്കണ്ടേ? മോള് പറഞ്ഞ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, സെക്രട്ടറിയുടെ കൂടെ കഴിച്ചു. നീ കഴിച്ചില്ലേ മോളോ? ആ, ഞാനും മോളും കഴിച്ചു. കുറെ നേരം അച്ഛൻ വരട്ടെന്നും പറഞ്ഞ് കാത്തിരുന്നു. ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ. അല്ല, മോളെ എപ്പോഴാ അഡ്മിറ്റ് ചെയ്യണ്ടേ? നാളെ കാലത്തെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 10 മണിക്ക് തന്നെ പോവാം. നേരത്തെ തന്നെ നമുക്ക് പോവാം. ഞാനുണ്ടാവില്ല, നീ മോളെ കൊണ്ടുപോയാൽ മതി.
എനിക്ക് സെക്രട്ടറിയെ കണ്ടൊരു ജോലിയുണ്ട്, അത് തീർന്ന് ഞാനങ്ങ് വന്നേക്കാം. ഉം. മിഴികൾ തുളുമ്പിയോ, ചുണ്ടിൽ വിതുമ്പുന്നു മാനസം, പിരിയുവാൻ നേരമായി രാക്കിളി കേഴവേ ദീനമായി, മിഴികൾ തുളുമ്പിയോ. പുലർക്കാല ശൈത്യത്തിൽ എൻ മനസ്സിൽ തളിർത്തൊരി പൂമരം നിനക്കായി, പൂത്തതും കായ്ച്ചതും കൺമുന്നിൽ വളർന്നതും, പൂത്തതും കായ്ച്ചതും കൺമുന്നിൽ വളർന്നതും, മറക്കുവതെങ്ങിനെ പ്രിയമുള്ള ഓർമ്മകൾ. ഹലോ, ആരാ? എടോ, ഞാനാണ് വിശ്വം. അരവിന്ദൻ എവിടെയാ? ഞാൻ പറഞ്ഞത് ചെയ്തു. ഇപ്പൊ ഹോസ്പിറ്റലിലെത്തി. നീ എന്ത് ചെയ്തു? ആള് മാറിയ നീ കുത്തിയത്. നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ വേണ്ട ആൾ അവിടെ എത്തി. മനസ്സിലായില്ലേ? ഉദയഭാനു. അയാളെ നീ അവിടെ കുത്തിയിട്ട് ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പണമൊക്കെ കിട്ടും. ആദ്യം നീ ഏൽപ്പിച്ച പണി ചെയ്യും. ഉദയഭാനു ഇപ്പൊ നീ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണും. വേഗം അയാളെ തീർത്തിട്ട് വിളിക്കുക.
അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ, എന്താ ഗൗരി? അരവിന്ദേട്ടൻ എന്താ ഇത്ര വൈകിയത്? അതിപ്പോ ടെൻഷൻ ആവണ്ട, മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. മാഡം, ഇതാ അരവിന്ദേട്ടൻ. ഏട്ടാ, ഈ സാറാ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഓപ്പറേഷന് മുന്നേ അഡ്വാൻസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അരവിന്ദേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായി. അപ്പോ മാഡം അവിടെ വന്നു. മാഡത്തിനോട് ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ടപ്പോ മാഡവും സാറും കൂടി മോളുടെ ഓപ്പറേഷന്റെ മുഴുവൻ പണം അടച്ചു. ഉദയഭാനു, ഇപ്പൊ നീ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണും. വേഗം അയാളെ തീർത്തിട്ട് വിളിക്കുക. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മോളുടെ അവസ്ഥയും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ചാരിറ്റി ഫണ്ടിൽ നിന്നും എൻ്റെ റിസ്കിൽ പണം അടച്ചു. അരവിന്ദൻ ഫണ്ടിന്റെ അപേക്ഷയുമായി വന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തുപറ്റി? മഴ നനഞ്ഞോ? പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നല്ലേ. സാരമില്ല, ഇനി ഒന്നും പേടിക്കാനില്ല. മോളുടെ സർജറി ഒക്കെ കഴിഞ്ഞല്ലോ, നാളെ തന്നെ ഡിസ്ചാർജും ആവും. സാർ എത്തിച്ച് പേഷ്യന്റ് കണ്ണു തുറന്നു. അപകടനില തരണം ചെയ്തു. ഞങ്ങളിതാ വരുന്നു. അരവിന്ദ, ഞങ്ങൾ അവിടെ ഉണ്ട്. ഹലോ. അരെ ചുപ് സാലേ. എന്താ ഏട്ടാ? ആരാ? ഹേയ്, ആരുമില്ല. അരവിന്ദേട്ടന് മോളെ കാണണ്ടേ? വാ. അച്ഛാ, മോള് വെച്ച പൂ നോക്കിയേ, എന്ത് ഭംഗിയാ. ആ, മോള് വരച്ചോ? അമ്മ വരാൻ വൈകും. അച്ഛൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വരാട്ടോ. ആ, അച്ഛാ, ദേ ഒരാള്. ആരാ മോളെ? ஆமாண்டா, உன்னோட மாறிதாண்டா. எதிர்பார்க்கல. அடடடடடா, எப்படி வளர்ந்தாச்சு. ஆஹா, என்ன அழகுடா. அந்த புள்ளதானடா இது? ഇതെന്റെ മോളാണ്. தெரியுமே, நீ என்ன ஏமாத்தி குழந்தைய கடத்திட்டு வந்ததுல எனக்கு லாஸ் லட்சங்கள்டா. எவ்வளவு பைசா சம்பாதிக்கிறதுக்கு பிளான் பண்ணி வச்சிருந்தேன்னு தெரியுமாடா? चांस इनिயும் கிடைக்கும். अभी मैं धंधा इधर से चालू करेगा. हाँ, इधर से वर्मा जी के साथ. हाँ, டா, என்ன ஏமாத்த முடியாதடா நாய. அந்த பொண்ணங்கடா. उन्नोड़ लव, उसके लिए कामाटीपुरम दादा से एडवांस भी लिया था मैंने, लेकिन तूने सबको मार दिया साला. നീ കണക്ക് പറയാൻ വന്നതാണെങ്കിൽ നിനക്ക് തെറ്റി. നിന്നെയും വർമ്മയും ജയിലിലടയ്ക്കാനുള്ള സകല വിവരങ്ങളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നീ രക്ഷപ്പെട്ടോ. കേരള പോലീസിനെ നിനക്കറിയില്ല. അരവിന്ദ, നിന്റെ ആളവിടെ എത്തിയില്ലേ? ഇപ്പൊ അവനവിടെ എത്തിയതേ ഞാനും കൂടി അറിഞ്ഞിട്ടാ. നീ തീർന്നടാ. അച്ഛാ, അച്ഛാ.
സാല. അച്ഛാ 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 മോളെ നീതു മോളെ നീതു മോളെ അമ്മ അരവിന്ദേട്ടാ അമ്മ ഞാനിവിടെ ഉണ്ട്. മോളെ നീ എന്താ ഇവിടെ ഇരുട്ടത്ത്? അച്ഛൻ എവിടെ? എന്താ ലൈറ്റ് ഒന്നും ഇടാത്തെ? വേണ്ട അമ്മ, വെളിച്ചം വേണ്ട. അതെന്താ മോളെ? വെളിച്ചത്തെ എനിക്ക് പേടിയാ. എനിക്ക് ഇരുട്ട് മതി, ഇരുട്ട് മതി, ഇരുട്ട് മതി. മിഴികൾ തുളുമ്പിയോ, ചുണ്ടിൽ വിതുമ്പുന്നു മാനസം, പിരിയുവാൻ നേരമായി രാക്കിളി കേഴവേ.